ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 8 ആണ്. സീഷോയുടെ അച്ഛൻ വീണ്ടും ജിജിയാൻ്റെ അച്ഛൻ്റെ നൂഡിൽസ് കടയിലേക്ക് വന്നതാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് സീഷോയെ വേണം എന്നുള്ള ഓരോ കാര്യങ്ങളും ജിജിയാൻ്റെ അച്ഛനോട് സീഷോയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും ജിജിയാൻ്റെ അച്ഛൻ സീഷോയുടെ അച്ഛനെ ഒന്ന് നോക്കുക വരെ ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവസാനം സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ജിജിയാൻ്റെ അച്ഛൻ സീഷോയുടെ അച്ഛനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് കടയുടെ ഡോർ അടിക്കുന്നുമുണ്ട്. ഇതെല്ലാം കണ്ടുവന്ന ഒരു സ്ത്രീ സീഷയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ജിജിയാൻ്റെ അച്ഛന് എന്തു പറ്റി? അപ്പോഴാണ് സീഷയുടെ അച്ഛൻ പറയുന്നത്, ഞാൻ സീഷയുടെ യഥാർത്ഥ അച്ഛനാണ്. ഞാൻ അവനെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നതാണ് എന്നെല്ലാം ആ സ്ത്രീയോട് സീഷയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ആ സ്ത്രീ സീഷയുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളെ ചെരുപ്പെടുത്ത് അടിക്കാനാണ് തോന്നുന്നത്. ജിജിയാൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ടങ്സൺ ലീവായത് കാരണം, അവർക്ക് ക്ലാസ് മിസ്സായത് കാരണം ചിങ് ലിങ്ങിനോട് സാർ അവളുടെ അടുത്ത് പോയി ഈ നോട്ട്സ് എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ചിങ് ലിങ് ജിജിയാനെ കൂട്ടി ടങ്സൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി അവരെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ടങ്സൺ അവിടേക്ക് വന്നപ്പോഴാണ് ചിങ് ലിങ്ങും ജിജിയാനും കൂടി പറയുന്നത്, നീ എന്തു മനുഷ്യനാണ്? നിന്നെ കാത്ത് ഞങ്ങൾ എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഒന്ന് അകത്തേക്ക് വരെ കയറ്റാത്തത് എന്നെല്ലാം പറഞ്ഞ് അവർ ടങ്സനോട് ചൂടാവുകയാണ്. അതും പറഞ്ഞ് അവളോട് പിണങ്ങിയ ഭാവത്തിലാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. ടങ്സന് സംസാരിക്കാൻ പോലും ഒന്നും പറ്റിയിരുന്നില്ല. ജിജിയാൻ വീട്ടിലെത്തിയപ്പോഴാണ് ജിജിയാൻ അവിടെ അച്ഛനെയും ലിങ്ങിനെയും സീഷോയും ഒന്നും കാണാത്തത് കാരണം ജിജിയാൻ അവരെ അന്വേഷിച്ച് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ അച്ഛനും ലിങ്ങും സീഷോവും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജിജിയാൻ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ കട പൂട്ടിയിരിക്കുന്നത്? ഈ അടുത്തൊന്നും ഞങ്ങളുടെ കട ഇങ്ങനെ പൂട്ടിയിട്ടില്ലല്ലോ എന്നെല്ലാം ജിജിയാൻ അച്ഛനോട് ചോദിക്കുമ്പോൾ ലിങ് പറയുന്നുണ്ട്, നീ അച്ഛനോട് ഒന്നും ചോദിക്കണ്ട, ഞങ്ങളുടെ കട പൂട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ച് ഏതോ കുട്ടിക്ക് ഫുഡ് പോയ്സൺ വന്നത് കാരണം അവർ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് കട സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ലിങ് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ നേരെ കിച്ചണിൽ കയറിയിട്ട് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സീഷോ നേരെ അവൻ്റെ അച്ഛനെ കാണാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണ് നിനക്ക് ബോധം വന്നത് എന്നെ കാണാനുള്ള? ഞാൻ എത്ര കോടീശ്വരനാണ്, നിനക്ക് എൻ്റെ കൂടെ പോന്നൂടെ എന്നെല്ലാം അച്ഛൻ സീഷോയിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീഷോ അച്ഛനോട് പറയുന്നത്, എൻ്റെ അച്ഛൻ്റെ കട പൂട്ടാൻ കാരണം നിങ്ങളല്ലേ എന്നാണ് സീഷോ പറയുന്നത്. സീഷോ പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നെല്ലാം പറഞ്ഞ് സീഷോ അവിടെ നിന്ന് പോവുകയാണ്. ജിജിയാൻ്റെ അച്ഛൻ ലിങ്ങിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, സീഷോയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങളുടെ കട ചെറുതാണ്. ഇതെല്ലാം വെച്ച് എനിക്ക് ലിങ്ങിനെയും സീഷോയെയും ജിജിയാനെയും കോളേജിലൊന്നും പറഞ്ഞയക്കാൻ കഴിയില്ല എന്ന് സീഷോയുടെ അച്ഛൻ പറഞ്ഞില്ലേ? നീ അത് കേട്ടില്ലേ? അത് കാരണമാണ് ഞാൻ കട വലുതാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് നല്ലൊരു തീരുമാനമാണ്. ഞാൻ കുറച്ച് സേവ് ചെയ്തു വെച്ച ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് നിനക്ക് തരാം എന്ന് പറയുമ്പോൾ ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അതെനിക്ക് വേണ്ട, നീ അത് വെച്ചോ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എന്തെങ്കിലും എടുക്കാം എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. ടങ്സാനും അവളുടെ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരുന്നു. ടങ്സാൻ അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ പുതിയ സ്കൂൾ കൊള്ളാം, അവർക്ക് ആർക്കും അറിയില്ല നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് ജോലിയാണെന്ന് എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ചീലിങ്ങും ജിജിയാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ടങ്സാൻ വാഷ്റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ജിജിയാനും ചീലിങ്ങിനെയും കണ്ട ഉടൻ ടങ്സാന് ഉറപ്പിച്ചു അവൾ പറഞ്ഞ കാര്യമെല്ലാം ചീലിങ്ങും ജിജിയാനും അറിഞ്ഞു എന്ന്. പിറ്റേന്ന് രാവിലെ സ്കൂളിലെത്തുന്ന ടങ്സാൻ ജിജിയാനെ കണ്ടയുടൻ മസിലൊക്കെ പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട്. ജിജിയാൻ അവളെ നോക്കി പേടിപ്പിച്ച് അവളുടെ ബെഞ്ചിലേക്ക് പോകുമ്പോഴാണ് ടങ്സാൻ സോറി എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊടുത്തത് ജിജിയാൻ കാണുന്നത്.
ജിജിയാൻ അത് കണ്ട് എന്ന് ഉറപ്പിച്ച ടങ്സാൻ അവളെ നോക്കുമ്പോൾ ജിജിയാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് ആ ചോക്ലേറ്റ് ഇരുന്ന് കഴിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ടങ്സാന് വളരെ സന്തോഷമായി. ജിജിയാൻ്റെ അച്ഛന് നല്ല ബാക്ക് പെയിൻ ഉള്ളത് കാരണം സീഷോ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ജിജിയാനെ കൊണ്ട് ഹോംവർക്ക് എല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു ലിങ്. അതിനിടയിൽ ജിജിയാൻ തെറ്റിക്കുന്നുണ്ട്. അത് കാരണം ലിങ് ജിജിയാൻ്റെ തലക്കിട്ട് 2 അടിയും കൊടുക്കുന്നുണ്ട്. അടിച്ചത് കണ്ടപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, നീ അടിച്ച് എനിക്ക് പഠിക്കാൻ കഴിയാതെയായാൽ ഞാൻ ജോലിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരെന്നെ കല്യാണം കഴിക്കും? നീ എന്നെ കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കഴിക്കാം. ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ച് ജിജിയാൻ മുൻപിലേക്ക് തിരിഞ്ഞിരുന്ന് ലിങ്ങിനെ ഇട്ട് ചീത്ത പറയുകയാണ്. ലിങ്ങിൻ്റെ മുത്തശ്ശിക്ക് അറ്റാക്ക് വന്നത് കാരണം ലിങ്ങിനോട് ലിങ്ങിൻ്റെ അച്ഛൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ആൻറ്റി വന്ന് പറയുന്നുണ്ട്, നിന്റെ അമ്മ വരുമോ എന്ന് ലിങ്ങിനോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണ് ലിങ് പറയുന്നത്. ലിങ്ങിനെ കാണാതെ ജിജിയാൻ്റെ അച്ഛനും സീഷോക്കും ജിജിയാനും എന്തോ പോലെ ആയത് കാരണം ജിജിയാനെ കൊണ്ട് ലിങ്ങിനെ വിളിപ്പിക്കുകയാണ്. ലിങ് വിളിച്ച് കോൾ എടുത്തപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരില്ല, നിങ്ങൾ കിടന്നോളൂ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 8th എപ്പിസോഡ്.